ഹലോ നമസ്കാരം. വൈ ക്ലബ് എന്ന റിസർച്ച് അനലിറ്റിക്സ് ആൻഡ് ഇൻഫോർടൈൻമെന്റ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിഷ്ണു. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വൈ ക്ലബ് എന്ന ചാനൽ എന്ത് ആശയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് എന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി വന്ന വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് പറയുന്നതിന് മുന്നേ തന്നെ ഈ ചാനൽ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഡേറ്റയെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഗോമൂത്രം കുളിച്ചാൽ ഡയബറ്റീസ് മാറും എന്നൊരു വാട്സപ്പ് ഫീഡ് കിട്ടിയാൽ ചാടിക്കേറി അടുത്ത ദിവസം തന്നെ ഗോമൂത്രം അന്വേഷിച്ച് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ ഒന്നും തന്നെ കിട്ടില്ല. പക്ഷേ ഈ ഗോമൂത്രം കുളിച്ചാൽ ഡയബറ്റീസ് മാറുമെന്ന് പറയുമ്പോൾ ഗോമൂത്രത്തിൽ എന്തുണ്ട്, ഡയബറ്റീസ് മാറണമെങ്കിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യുകയും ഡേറ്റ എടുക്കുകയും അതിൽ നിന്നൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ഇൻഫോം ഡിസിഷൻ എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരുപാട് കണ്ടന്റ് ഈ ചാനലിലുണ്ടാവും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരള പോലീസിനെ കുറിച്ച് ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് ചിലർ പറയും മോശമാണ്, ശരിയാണ്, തെറ്റാണെന്നൊക്കെ പറയും. ചിലപ്പോൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇത്രയും പ്രസക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നടന്ന ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് ചിലപ്പോൾ ഫ്ലെയറപ്പ് ആയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മളിതേക്കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് ഡേറ്റ എടുത്ത് അതിൻ്റെ കോംപ്ലക്സിറ്റീസ് എല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലോട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നതാണ് വൈ ക്ലബ് എന്ന ഈ ചാനലിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമതൊരു ഒബ്ജക്റ്റീവും കൂടെ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റിൽ കുറേ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അവിടെ ഇൻഫർമേഷനും ഉണ്ടാവും, എൻ്റർടൈൻമെൻറ്റും ഉണ്ടാവും. വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, വെറും ഇൻഫർമേഷൻ മാത്രവുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാനാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. വൈ ക്ലബ് എന്ന ഇനിഷ്യേറ്റീവിൻ്റെ ഒബ്ജക്റ്റീവ്സ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ നല്ല റിസർച്ച് പ്രൊമോട്ട് ചെയ്യും, അനലിറ്റിക്സ് പ്രൊമോട്ട് ചെയ്യും, ഡേറ്റ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യും, ഡേറ്റ വിഷ്വലൈസേഷൻ പ്രൊമോട്ട് ചെയ്യും, ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് പ്രൊമോട്ട് ചെയ്യും, ആൻഡ് അൾട്ടിമേറ്റ്ലി ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് പ്രൊമോട്ട് ചെയ്യും. അതായത് മലയാളികൾ എന്തൊരു വിഷയം കണ്ടാലും ചാടിക്കേറി ഊഹങ്ങൾ വെച്ച് തീരുമാനമെടുക്കാതെ ഡേറ്റ നോക്കി തീരുമാനമെടുക്കുന്നത് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് മലയാളികളിലോട്ട് എത്തിക്കുക എന്നൊരു ഒബ്ജക്റ്റീവ് കൂടെ ഈ ചാനലിലുണ്ട്. ഈ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ സർക്കാരിനെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം കിട്ടുകയാണ്. ആ അവകാശം നമ്മൾ ഡേറ്റ ഉപയോഗിച്ച് വിനിയോഗിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ, നമ്മുടെ ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വസ്തുനിഷ്ഠമായി ചിന്തിച്ച് ഡേറ്റ നോക്കി ചിന്തിച്ച്, അല്ലാതെ അപ്പം ഉണ്ടാകുന്ന പ്രൊപ്പഗൻഡ, അനാവശ്യമായിട്ടുള്ള ഇമോഷൻസ് ഒന്നും അതിൽ കലരാതെ ഡേറ്റ മാത്രം വച്ച് ചിന്തിച്ച്, അതായത് മെറിറ്റ് ഡെമോക്രസിയിൽ മെറിറ്റോക്രസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ അങ്ങനെ ഡേറ്റ നോക്കി എടുക്കുന്ന ഒരു സർക്കാർ എത്രമാത്രം അടിപൊളിയായിരിക്കും. ഇനി ഒരു സർക്കാർ പണിയെടുത്തിട്ടില്ല എന്ന് ഡേറ്റ പറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സർക്കാരിനെ നമുക്ക് താഴെ ഇറക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ട്. അതാണ് ഈ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് വൈ ക്ലബ് എന്ന ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്നെക്കുറിച്ചൊരു ചെറിയ ഇൻ്റർവ്യൂ കൂടെ പറയാം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു ലാൽ എന്നാണ് എൻ്റെ ഫുൾ നെയിം. ഞാനൊരു HR പ്രൊഫഷണലാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് HR ഡേറ്റയിലാണ്. അതായത് HR ഡേറ്റ പ്രൊഫഷൻ്റെ ഒരു പീപ്പിൾ അനലിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പ്രൊഫൈലാണ് ഞാനുള്ളത്. ഞാൻ പഠിച്ച LLB ആണ്, അതിനുശേഷം MBA ചെയ്തു, ഒരു MPhil കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ റിസർച്ചിനോടുള്ള താല്പര്യം. സാമൂഹ്യ വിഷയങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ട്, LLB ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് കൂടെ ആവാം. പിന്നെ ഈ പീപ്പിൾ അനലിറ്റിക്സിലുള്ളത് കൊണ്ട് തന്നെ ഈ ഡാഷ് ബോർഡിങ്, ഇതുപോലുള്ള ഡേറ്റ അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും താല്പര്യമുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ നല്ല റിസർച്ച് ചെയ്യുക, അതിലൂടെ നല്ല ഇൻഫർമേഷൻ കണ്ടെത്തുക, ആൾക്കാരുടെ ഈ ബയസൊക്കെ മാറ്റുക, ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് എൻ്റെ ഫേമസ് ആയിട്ടുള്ള ഏരിയാസ്, എനിക്ക് ഏറെ ഫേവറേറ്റ് ഉള്ള ഏരിയാസ്. അപ്പോൾ ഞാൻ മാത്രമല്ല ഈ ചാനൽ, ഇതിൻ്റെ പുറകിൽ ഒരാളും കൂടെ ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കൊണ്ടൊന്ന് പരിചയപ്പെടണ്ടേ. അപ്പോൾ അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആ ക്യാമറ ഒന്ന് മേടിച്ചോട്ടെ. റിജോ ഇതാണ് നമ്മുടെ റിജോ. ഇതാണ് നമ്മുടെ വൈ ക്ലബിൻ്റെ പിന്നണി പ്രവർത്തകൻ അല്ലേ. അപ്പോൾ ഞാൻ ഈ റിസർച്ച് അനലിറ്റിക്സ് പോലുള്ള കട്ടി വിഷയങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് എടുക്കുന്ന റിജോ ആയിരിക്കും. പൊളിക്കില്ലേ? ഇൻഫോർടൈൻമെൻറ്റ് നമ്മുടെ മേജർ റേറ്റ് ആണ്, പൊളിച്ചെടുക്കണം. അപ്പോൾ റിജോ തിരുവനന്തപുരത്തുകാരനാണ്, നമ്മുടെ മച്ചാനാണ്. അപ്പോൾ റിജോ ആയിരിക്കും ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് വിങ് ഹാൻഡിൽ ചെയ്യുക. റിജോ, നമ്മുടെ ചാനലിൻ്റെ പേര് വൈ ക്ലബ് എന്നാണ്. നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് എവ്രി ഒപ്പീനിയൻ മാറ്റേഴ്സ്. അതായത് എല്ലാവരുടെയും അഭിപ്രായത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈ ക്ലബ്, ഈ എവ്രി ഒപ്പീനിയൻ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ EOM എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ ചേർത്ത് വായിക്കുമ്പോൾ വൈ ക്ലബ് EOM, വൈക്ലബ്യം എന്നൊരു ഇതുണ്ട്. വിഷയാവോ? നാളെ എന്താ അറിയോ, നാളെ നമ്മൾ റോഡിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ വൈക്ലബ്യം ഉള്ളവരല്ലേ എന്നൊക്കെ ചോദിച്ച് അതൊരു പബ്ലിസിറ്റി ആവുമല്ലേ. അപ്പോൾ അതിനൊരു മാർക്കറ്റിംഗ് ലൈനിൽ എടുക്കാം. കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പം നമുക്ക് വൈക്ലബ്യം എന്ന് വിളിച്ചാലും കുഴപ്പമില്ലെന്നാണ് പറയണേ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്നാൽ മുന്നോട്ട് പോവാം. ശരി. വൈ ക്ലബ് എന്ന ഇനിഷ്യേറ്റീവിൻ്റെ ആദ്യത്തെ റിസർച്ച് ടോപ്പിക് എന്താണെന്ന് അറിയണ്ടേ? കേരളം സുരക്ഷിതമാണോ? കേരളീയർക്ക് എന്താണ് പറയുവാനുള്ളത്? അപ്പോൾ കേരളം സുരക്ഷിതമാണോ എന്ന ടോപ്പിക്ക് ഞങ്ങൾ പഠിക്കുന്നത് രണ്ട് രീതിയിലാണ്. ആദ്യത്തെ
പീസ് എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളിലോട്ട് ഇറങ്ങി വരും, പബ്ലിക് ഒപ്പീനിയൻ എടുക്കും. അതെടുക്കുന്നതിന് ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏവർക്കും പ്രതികരിക്കാം. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ അഭിപ്രായം സമാഹരിച്ച് അതിന് ഞങ്ങളൊരു ഡേറ്റ വിഷ്വലൈസേഷൻ ടൂൾ ഉപയോഗിച്ച് നല്ലൊരു സ്റ്റോറിയാക്കി ഒരു റിസർച്ച് റിപ്പോർട്ടായി നിങ്ങളുടെ മുന്നിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ രണ്ടാമത്തെ പീസ്. അങ്ങനെ തന്നെയായിരിക്കും ഇനി നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും വരുന്നത്. എല്ലാ വീഡിയോയ്ക്കും 2 ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ റിസർച്ച് ഇഷ്ടപ്പെടുന്നവരാണ്, ഈ വക കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടെ കൂടിക്കോളൂ, നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാം. അപ്പോഴേ നമ്മുടെ ചാനൽ എന്തെന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഫസ്റ്റ് റിസർച്ച് ടോപ്പിക്കും പറഞ്ഞു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്തെന്ന് വെച്ചാൽ ഈ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അറിയിക്കാം. 2, ഈ ചാനലിൽ നിങ്ങളൊരു സബ്ജക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു പഠിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു റിസർച്ച് ടോപ്പിക് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം. അത് അറിയിക്കണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സർവേ വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിസർച്ച് ടോപ്പിക് അറിയിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള സജഷൻസും അറിയിക്കാം. മറന്നു പോവല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടെ ഇതിനോടൊപ്പം കാണിക്കാം. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടിക്കോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു ആൻഡ് റിജോ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. കുറ്റകൃത്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ട്രിവാൻഡ്രം ബേസ് ആയതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻ മോഷണം പോകും, അതാരെങ്കിലും ചൂഷണം ചെയ്യുന്നു, അതിലൊരു പേടി തോന്നാറുണ്ട്. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്കും അത് തന്നെയാണ്. കേരളത്തില് സജീവമായിട്ട് കുറവാണെന്ന് ഞാൻ പറയുന്നു. റോഡിലെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് എന്തെങ്കിലും അറ്റാക്ക്, ആരെങ്കിലും ആക്രമിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു പേടി തോന്നില്ല? കേരളത്തിലെ ക്രൈംസ്, കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന ഒരു പ്രതീതി ഉണ്ടോ? തീർച്ചയായിട്ടും കൂടുതലാണ്. ആരെങ്കിലുമായി കൊല ചെയ്യപ്പെടുമെന്ന ഒരു പേടി എപ്പോഴെങ്കിലും തോന്നി? ഇല്ല, ഒരിക്കലും. ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുമെന്ന് എപ്പോഴെങ്കിലും? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എന്താ എത്ര വയസ്സായിരുന്നാലും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നല്ല, കാരണം നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഭയത്തോടു കൂടിയാണ്. ഭയമുണ്ടോ എന്നുള്ളത് ഭയമുണ്ട്.